الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂലോകത്ത് മനുഷ്യർക്ക് ഓരോ കാലഘട്ടങ്ങളിലും നടന്ന സംഭവങ്ങളെ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അതാണ് ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം. എന്തിനായിരുന്നു ഭൂമിയിലേക്ക് മനുഷ്യനെ അള്ളാഹു അധിവസിപ്പിച്ചത് എന്ന് അല്ലാഹു തആല തന്നെ വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഐ ഇല്ലാ ലിയുവഹിദൂൻ. വേറൊരു ആവശ്യം അല്ലാഹു തആലക്ക് മനുഷ്യനെ കൊണ്ട് ഈ ഭൂമിയിലില്ല. പ്രപഞ്ചമഖിലാണ്ടത്തെയും അല്ലാഹു തആല നിയന്ത്രിക്കുന്നതിന് മലക്കുകളെ ഉപയോഗിക്കുന്നുണ്ട്. ഭൗതിക പ്രപഞ്ചത്തിലും അഭൗതിക പ്രപഞ്ചത്തിലും പ്രവേശനാനുമതി ഉള്ളവരാണ് മലക്കുകൾ. ആ രീതിയിലാണ് മലക്കുകൾ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യനങ്ങനെയല്ല. മനുഷ്യർക്കും ജിന്നുകൾക്കും അതിൻ്റെതായ ചില സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ. അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അനിയന്ത്രിതമായി പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കും ജിന്നുകൾക്കും കൊടുത്തിട്ടില്ല അല്ലാഹു തആല. ഈ രണ്ട് വിഭാഗത്തിനും അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യം നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തത് ഭൂമിയാണ്. മനുഷ്യരോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? ലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ.
ഒന്നാമത്തെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവാണ് റബ്ബ് എന്ന് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ തെളിയിച്ച് കാണിക്കണം. എന്താ കാര്യം? ആ ഒരു ഉറപ്പ് അല്ലാഹു തആലക്ക് കൊടുത്തിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബലാ ഷഹിദിന. അടിസ്ഥാന ലക്ഷ്യം അതാണ്. അള്ളാഹുവാണ് റബ്ബ് എന്ന് ജീവിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലാഹു തആലക്ക്. അപ്പോ അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ എല്ലാം അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് സമ്മതിച്ചു കൊടുത്താൽ മാത്രം പോരാ, ജീവിച്ച് തെളിയിച്ചു കൊടുക്കണം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തണം, നാവ് കൊണ്ട് സമ്മതിക്കണം, അവയവങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കണം. എന്ത്? അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം. അത് അടുക്കളയിൽ ആവശ്യമുള്ള ഉപ്പിന്റെ കട്ട മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ആവശ്യമുള്ള സകലതും അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് ജീവിച്ച് തെളിയിച്ചു കൊടുക്കണം. അത് രാഷ്ട്രീയ രംഗത്തായാലും കൊള്ളാം, സാമ്പത്തിക രംഗത്തായാലും കൊള്ളാം, സാമൂഹ്യ രംഗത്തായാലും കൊള്ളാം. അള്ളാഹുവാണ് റബ്ബ് എന്ന് ജീവിച്ച് തെളിയിച്ചു കൊടുക്കണം. ഏത് രാജ്യത്ത് ജീവിച്ചാലും കൊള്ളാം. ഇന്ത്യയിൽ ജീവിച്ചാലും, സൗദിയിൽ ജീവിച്ചാലും, അമേരിക്കയിൽ ജീവിച്ചാലും, ആഫ്രിക്കയിൽ ജീവിച്ചാലും, റഷ്യയിൽ ജീവിച്ചാലും അള്ളാഹുവാണ് റബ്ബ് എന്ന് ജീവിച്ച് തെളിയിക്കണം. ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അതാണ് അടിസ്ഥാനം. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ നിയോഗിച്ചത്. അമ്പിയാക്കൾക്ക് നുബുവത്ത് കൊടുത്തിട്ട് അല്ലാഹു തആല നിയോഗിച്ചത് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹുവാണ് റബ്ബ് എന്നത് ജീവിച്ച് തെളിയിക്കാനുള്ള പരിശീലനം കൊടുക്കാനാണ്. നുബുവത്തുലി തർബിയ. അള്ളാഹുവാണ് റബ്ബ്. നാം റബ്ബിന്റെ മാന മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോകരുത്. അടിസ്ഥാന വിഷയത്തിന്റെ ഒന്നും അർത്ഥം മറന്നു പോകരുത്. റബ്ബ് എന്ന് പറഞ്ഞാൽ 3 അധികാരാവകാശങ്ങൾ ഏതൊരുവനിൽ മാത്രം നിക്ഷിപ്തമാണോ അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേരാണ് റബ്ബ്. ആ റബ്ബ് അള്ളാഹുവാണ്. ഖാലു റബ്ബുനല്ലാഹ്. ആ റബ്ബ് അള്ളാഹുവാണ്. ഏതാണ് ആ 3 അധികാരം? ഒന്ന് അൽ മുൽക്ക്, സകലതിന്റെയും ഉടമസ്ഥനാകാനുള്ള അധികാരം. രണ്ടാമത്തത് അൽ ഖൽഖ്, അങ്ങ് അർശ് മുതൽ ഇങ്ങ് ഒരു ഈച്ച വരെ നിർമ്മിക്കാനുള്ള അധികാരം, സൃഷ്ടിക്കാൻ, പടക്കാനുള്ള അധികാരം. 3 അത്തദ്ബീർ, അള്ളാഹു എന്തിനെയൊക്കെയാണോ ഉടമപ്പെടുത്തി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയാണോ നിർമ്മിച്ചിരിക്കുന്നത് അവകളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള പരമാധികാരം. അത് അർശിനെ ആയാലും കൊള്ളാം, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ഈച്ചയായാലും കൊള്ളാം, നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രമായിരിക്കണം. അതാണ് റബ്ബ്. അൽ മാലികു വൽ ഖാലിഖു വൽ മുദബ്ബിർ. അടിസ്ഥാനം. മാലിക് അല്ലാഹുവാൻ, ഉടമസ്ഥൻ അല്ലാഹുവാൻ, ഖാലിഖ് പടക്കുന്നവൻ അല്ലാഹുവാൻ, മുദബ്ബിർ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാൻ. അവനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന പേര് അള്ളാഹു പഠിപ്പിച്ചത് റബ്ബ് എന്ന്. അവിടെ രക്ഷിതാവ് എന്ന് സാധാരണ ഭാഷയിൽ അർത്ഥം വെച്ചിട്ട് കൊളാക്കരുത്. റബ്ബിനെ രക്ഷിതാവേ എന്ന് ദ്വാരക്കുമ്പോഴൊക്കെ രക്ഷിതാവേ എന്ന് വിളിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. രക്ഷിതാവ് എന്ന് ആയിരിക്കും പറയും. ഒരു കുട്ടിയെ സ്കൂൾ ചേർക്കാൻ വേണ്ടി കൊണ്ടുപോയാൽ രക്ഷിതാവ് ആരാന്നാ ചോദിക്കുക സ്കൂളിൽ നിന്ന്, അപേക്ഷ ഫോറം പൂരിപ്പിക്കാൻ. കുട്ടിയുടെ പേര്, പിതാവിന്റെ പേര്, പിന്നെ രക്ഷിതാവിന്റെ പേര്. നമ്മൾ സാധാരണ എന്താ പറഞ്ഞു കൊടുക്കല്? കുട്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കും, പൂരിപ്പിച്ചു കൊടുക്കും, ബാപ്പാന്റെ പേരും കൊടുക്കും. രക്ഷിതാവിന്റെ പേര് ചോദിക്കുന്നിടത്ത് അള്ളാഹു എന്നാ പറയല്, അള്ളാഹു എന്നാ എഴുതല്. സ്കൂള് അപേക്ഷ ഫോറത്തിൽ അള്ളാഹു എന്നാ എഴുതല്. 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇവരിങ്ങനെ രക്ഷിതാവാകുക അള്ളാഹുവാണ് രക്ഷിതാവെങ്കിൽ അവിടെ അള്ളാഹു എന്ന് എഴുതണ്ടേ? അള്ളാഹ്ക്ക് വേറെ രക്ഷിതാവ് ഉണ്ടാകാൻ പാടില്ലല്ലോ അള്ളാഹ്ക്ക് പകരം. ഇത് അള്ളീൻ രക്ഷിതാവ് തന്നെ, ഉപ്പീൻ രക്ഷിതാവ് തന്നെ, ഭർത്താവിൻ രക്ഷിതാവ് തന്നെ. എന്ത് പരിപാടി? അതുകൊണ്ട് ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റും മുഅ്മിനീങ്ങൾ. അള്ളാഹുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചേ പറ്റൂ. പഠിപ്പിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി തഖരീബുൽ മഅന എന്നാ ഉലമാക്കൾ പറയുന്നത്. അതിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ അവനവന്റെ പ്രാദേശിക ഭാഷ ഉപയോഗിക്കാം. പക്ഷെ നമ്മളും അള്ളാഹു മാത്രമാകുമ്പോൾ പ്രാദേശിക ഭാഷ പറ്റൂല. അത് അള്ളാഹു നിശ്ചയിച്ച ഭാഷയെ പറ്റുള്ളൂ. അള്ളാഹ് കിട്ട പേര് മാത്രം. അതുകൊണ്ട് റബ്ബ് എന്നതിന് വേറെ അർത്ഥമില്ല. റബ്ബ് തന്നെ. ഈ മേൽപ്പറയപ്പെട്ട 3 അധികാരങ്ങളുള്ള ഒരുത്തൻ അവൻ ആരാ? അള്ളാഹുവാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. അള്ളാഹുവാണ് എന്റെ റബ്ബ് എന്ന് ജീവിച്ച് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കേണ്ടി വന്നത്. എന്തിനായിരുന്നു അയക്കാൻ കാരണമായത്?
ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഉമ്മ ഹവ്വാനെയും സ്വർഗത്തിൽ പ്രാക്ടീസിന് വേണ്ടി അയച്ചു, പരിശീലനത്തിന് വേണ്ടി അയച്ചു. ആകാശ ലോകത്ത് വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് എത്രത്തോളം പാലിക്കാൻ ഇവരെ കൊണ്ട് കഴിയുമെന്ന് പരിശോധിക്കാനാ സ്വർഗത്തിലേക്ക് അയച്ചത്, നല്ലത് സൂഹിക്കാൻ അയച്ചതല്ല. അങ്ങനെ ആരും മനസ്സിലാക്കി പോണ്ട. സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ടാണ് ആദമിന് സ്വർഗം കിട്ടിയെന്ന് ആരും കരുതി പോണ്ട. സൽക്കർമ്മം തുടങ്ങിയിട്ടില്ലല്ലോ, എന്നല്ല സ്വർഗം സൽക്കർമ്മത്തിന്റെ പേരിൽ സ്വർഗമാവില്ലേ. സൽക്കർമ്മം ദുനിയാവിൽ വന്നിട്ട് ഭൂമിയിലുള്ള ഏർപ്പാടല്ലേ സൽക്കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അത് ഭൂമിയായിട്ട് ബന്ധപ്പെട്ടതല്ലേ സൽക്കർമ്മങ്ങൾ. ആഖിറത്തിൽ സൽക്കർമ്മം ഉണ്ടോ? ബർസഖിന്റെ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ആഖിറത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞാൻ ഭൂമിയിൽ ഏതായാലും ചെയ്തിട്ടില്ല, നിങ്ങൾ ഇവിടെ കുറെ സമയമുണ്ടല്ലോ, ഞാൻ ചെയ്തേക്കാന്ന് ഖബറൊന്നും വിചാരിക്കാൻ പറ്റുമോ? ഖബറൊന്നതിൽ ഖിയാമത്ത് വരെ സമയമില്ലേ? ഒന്നും പറ്റൂല. ഭൂമിയിൽ നിശ്ചയിച്ചപ്പെട്ട കാര്യങ്ങളാണ്. ഭൂമിയാണ് ഈ സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ജീവിക്കാൻ വേണ്ടി വിട്ട മനുഷ്യനോട് ആവശ്യപ്പെട്ടത് അതാണ്. ഭൂമിയിലെത്തിയാൽ നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് റബ്ബ് എന്ന കാര്യം ജീവിച്ച് തെളിയിക്കണം. തയ്യാറാണോ? ഖാലു ബല, തയ്യാറാണ്. ഷഹീദിന, ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. അത് തെളിയിക്കുന്ന പരിശീലനത്തിന് വേണ്ടി അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് പരിശോധിക്കാനാണ് സ്വർഗത്തിലേക്ക് അയച്ചത്. വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ആദം, നീയും നിന്റെ ഭാര്യയും സ്വർഗത്തിൽ പോയി താമസിച്ചോ. എന്തിന്? ആകാശത്ത് നിന്ന് നിസ്കരിച്ചതിന് കൂലി കൊടുത്തതാ. നിസ്കാരം തുടങ്ങിയിട്ടില്ലല്ലോ, നോമ്പ് തുടങ്ങിയിട്ടില്ലല്ലോ, എല്ലാം തുടങ്ങാതിരിക്കുന്നല്ലേ ഉള്ളൂ. പരിശീലനത്തിന് വേണ്ടിയാണ്. അള്ളാഹുവാണ് റബ്ബ് എന്ന് ജീവിച്ച് തെളിയിക്കാൻ ആദ്യത്തെ 2 മനുഷ്യര് തയ്യാറാകുമോ? അതെങ്ങനെയാണ് ഇവര് പ്രാവർത്തികമാക്കുക എന്ന് പരിശീലിപ്പിക്കാൻ. ആ പരിശീലന ക്ലാസ്സിൽ ഒരു പേപ്പറിൽ 100 മാർക്കോടെ ജയിച്ചു, 2ാമത്തെ പേപ്പറിൽ 0 മാർക്കിൽ പൊട്ടി. എന്താണ് അള്ളാഹു തആല അവരോട് പറഞ്ഞത്? ഖുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. ഒരു ഏരിയ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് തിന്നോ, വേണ്ടുന്നതൊക്കെ കുടിച്ചോ. റഗദൻ ഹൈസു ശിഅ്തുമാ, വല്ലാത്ത വാക്കാണത്. ഹൈസു ശിഅ്തുമാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തിന്നോ, ഉദ്ദേശിക്കുന്നത് കുടിച്ചോ, എത്ര വേണമെങ്കിലും. കൽപ്പനയായിരുന്നു. രണ്ടാമതായിട്ട് അല്ലാഹു തആല അതേ സ്പോട്ടിൽ തന്നെ പറഞ്ഞതാണ്, വലാ തഖറബ ഹാദിഹി ഷജറ. ആ മരത്തിലേക്ക്, ആ ഏരിയയിലേക്ക് പോകണ്ട. അവിടെ ചില മരങ്ങളുണ്ട്, ആ മരങ്ങളിൽ ചില പഴങ്ങളുണ്ട്, കാണാൻ നല്ല മുഞ്ചായിരിക്കും, പക്ഷെ തിന്നു പോകരുത്. വലാ തഖറബ, അടുത്തു പോകരുത്. ഹാദിഹി ഷജറ, ഈ കാണുന്ന മരത്തില്. ഖുർആനല്ലേ കൂട്ടര്, ഒരു കവിത, ഒരു കഥാകാരന്റെ ഭാവനയല്ലല്ലോ അത്, ഒരു പണ്ഡിതന്റെ ജൽപ്പനവുമല്ല. അല്ലാഹ് പറഞ്ഞത്. ഈ 2 ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടാണ് അല്ലാഹു തആല അവരെ സ്വർഗത്തിൽ പാർപ്പിച്ചത്. എത്ര കാലം ജീവിച്ചു എന്നതിന് ഒരു അദ്ദുമില്ല. എത്രയോ നൂറ്റാണ്ടുകളാണ്, 1 ദിവസത്തേക്കും 2 ദിവസത്തേക്കും പോയതല്ല. ഭൂമിയുടെ കണക്ക് നോക്കിയാൽ എത്രയോ ലക്ഷക്കണക്കിന് കൊല്ലം തന്നെ വരും. അല്ലാഹുവിന്റെ കലണ്ടർ എങ്ങനെയാണല്ലോ നാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഭൂമിയിലെ കലണ്ടർ അല്ല ആകാശത്തിലെ കലണ്ടറിലല്ല അർശ്. കലണ്ടർ മാറും. ഭൂമിയിൽ ഒരു കൊല്ലമാകാൻ 360 ദിവസമേ വേണ്ടുള്ളൂ. അതേ സന്ദർഭത്തിൽ മറ്റു മേഖലകളിലേക്ക് പോയാൽ ഒന്നു വേണ്ട, നമ്മുടെ ഭൗതിക സൗരയൂഥത്തിലേക്ക് പോയാൽ തന്നെ കുട്ടികളോട് ചോദിക്കും, സയൻസ് പഠിക്കുന്ന കുട്ടികളോട്, ഇവിടെ ഈ ഭൂമിയിൽ 700 കൊല്ലം കഴിഞ്ഞാലും ഒരു ദിവസം പൂർത്തിയാകുന്ന ചില ഗ്രഹങ്ങളുണ്ട് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ. എന്നിട്ടല്ലേ പിന്നെ അഭൗതിക പ്രപഞ്ചത്തിന്റെ കഥ, അത് വിട്, നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാ. ആദം ഹവ്വ ദമ്പതിമാര് ആ സമയത്തിനിടയിൽ പരിശീലനം പൂർണ്ണമാക്കുന്നതിന്റെ ഇടയിൽ 1ാമത്തെ കാര്യം പൂർത്തിയാക്കി. തിന്നാൻ പറഞ്ഞെടുത്തന്ന് ഇഷ്ടം പോലെ തിന്നു, നന്നായിട്ട് തിന്നു. തിന്നരുത് എന്ന് പറഞ്ഞതും തിന്നു. ഇങ്ങനെ തിന്നത് എന്ന് പറഞ്ഞതും തിന്നു. ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാനാ ഫീ. ശൈത്വാൻ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെയാണ് ശത്രുവിനെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. ആ സുജൂദോടുകൂടിയാണ് ശത്രുവും മിത്രവും വേർതിരിഞ്ഞത്. അല്ലേ? അർശിന്റെ ചോട്ടിൽ അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദ, ആ ഷഹാദ പൂർത്തിയായതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ ചില പാഠങ്ങൾ, ആ പാഠങ്ങൾ മലക്കുകളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വിളിച്ചൊരു സമ്മേളനം. അവിടെ ദയനീയമായി മലക്കുകൾ പിൻവാങ്ങിയപ്പോൾ ആദം 100 മാർക്കോടെ ജയിച്ചു. ആ വിജയത്തിന്റെ പ്രോത്സാഹനമായി മലക്കുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഫസജദു ഇല്ലാ ഇബ്ലീസ്. ആ കൂട്ടത്തിൽ കക്ഷി ഉണ്ടായിരുന്നല്ലേ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്? ആകാശത്തിൽ അപ്പോഴും മറ്റാൾ ഒന്നിച്ചിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അതുവരെയും അയാൾ മാന്യനായിരുന്നു, ആലിമായിരുന്നു, മലക്കുകളോടൊപ്പം വിലസുന്ന ആളായിരുന്നു. ഇതോടുകൂടി എല്ലാം പൊട്ടി.
അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? നോമ്പോറ്റിട്ട് എന്ത് കാര്യം? അപ്പൊ നിസ്കരിക്കുന്ന ആളും നോമ്പുക്കുന്ന ആളും കാഫിറാവൂല എന്നുള്ള വിശ്വാസം ഒന്നും ആയിരിക്കും വേണ്ട. ഏത് സമയത്തും കാഫിറും ആവാം മുശ്രിക്കും ആവാം. നിസ്കരിക്കുന്ന ആളാണ് നോമ്പ് വെക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് ആരും ആശ്വസിച്ചിരിക്കുകയൊന്നും ചെയ്യണ്ട. എത്ര വല്ല കട്ട സലഫിയാണെങ്കിലും ശരി, ഒറ്റ ദിവസം മതി അയാൾ മുശ്രിക്കാവാൻ, അല്ലെങ്കിൽ അയാൾ കാഫിറാവാൻ. അതുകൊണ്ട് സെൽഫിയായി തൗഹീദിന്റെ ആളാണ് ഞാൻ, മെമ്പർഷിപ്പ് ഈസിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ആരും കഴിഞ്ഞുകൂടണ്ട. ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. അള്ളാഹു ആകെ സുരക്ഷിതത്വം കൊടുത്തത് അമ്പിയാക്കൾക്ക് മാത്രമാണ്. അവര് മാത്രമാണ് മഅസൂമുകൾ. അവർക്ക് മാത്രമേ അതിൽ നിന്ന് സുരക്ഷിതത്വം അള്ളാഹു തആല കൊടുത്തിട്ടുള്ളൂ. ഒരു നബിയുടെ നുബുവത്ത് ഡിസ്മിസ് ആയി പോകുന്ന പ്രശ്നമില്ല, സസ്പെൻഡ് ആയി പോകുന്ന പ്രശ്നമില്ല. ഒരു നബിയുടെ റിസാലത്ത് നഷ്ടപ്പെട്ടു പോകുന്ന പ്രശ്നമില്ല. അവരുടെ ഹിദായത്ത്, ഇസ്തിഖാമത്ത്, ഇതൊന്നും ദുനിയാവിൽ നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല. അമ്പിയാക്കൾക്ക്, മുർസലീങ്ങൾക്ക് മറ്റാർക്കും ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഭാര്യക്കും നൽകിയ ആ പരിശീലന ക്ലാസ്സിൽ വെച്ച് ദയനീയമായി പരാജയപ്പെടുകയാണ്. അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത് ഇഹ്ബിതു ഫിൽ അർള്, ഇവിടുത്തെ താമസം മതിയാക്കുക, ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഇഹ്ബിതു ഫിൽ അർള് ലക്കും, നിങ്ങൾക്ക് വേണ്ടി, ഫിൽ അർളി, ഭൂമിയിൽ ഞാൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്, മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യം, വമതാഉൻ, തിന്നാനും കുടിക്കാനുള്ള ഉപജീവന മാർഗം, ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ഖുർആനല്ലേ? പുറപ്പെട്ടു. ഇഹ്ബിതു മിൻഹാ ജമീഅ, രണ്ടുപേരും പോയിക്കോളും, ആരും നിൽക്കണ്ട അവിടെ. അടുത്ത പരിശീലനം ഭൂമിയിലാണ് ആരംഭിക്കുന്നത്. എന്താണ് പരിശീലനം? ആകാശ ലോകത്ത് വെച്ച് അല്ലാഹു കൊടുത്ത ഉറപ്പ്, അള്ളാഹുവാണ് റബ്ബ് എന്ന പരിശീലനം. അത് ജീവിച്ച് തെളിയിക്കണം. മാഷാ അല്ലാഹ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം 100 മാർക്കോടെ ജയിച്ചു ഭൂമിയിലെത്തിയപ്പോൾ. നുബുവത്തിന്റെ വട്ടം കൊടുത്തു അല്ലാഹു തആല. മാത്രമല്ല ഖിയാമത്ത് നാൾ വരെ ചരിത്രം നിലനിൽക്കുന്നതിന്റെ ഉദ്ഘാടകനാക്കി ആദമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. ഇന്നല്ലാഹ അസ്തഫാ ആദം, ആദമിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. ഖുർആൻ 100 മാർക്കോടെ ജയിച്ചു. ഭാര്യയും ജയിച്ചു, ഹവ്വാവും ജയിച്ചു 100 മാർക്കോടെ. എന്താണ് 100 മാർക്കോടെ ജയിച്ചു എന്നുള്ളതിന് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവര് മുതൽ ഇങ്ങോട്ട് 10 തലമുറ പ്യൂർ തൗഹീദിലായിരുന്നു നിലകൊണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം. അതാണ് ജയിച്ചു എന്നുള്ളതിന് തെളിവ്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അല്ലാഹു തആല പറഞ്ഞു, അബദ്ധം ചെയ്ത കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നപ്പോൾ അവര് ദയനീയമായി അള്ളാഹുവിനോട് ചോദിച്ചു, വളരെ വിനയത്തോടെ ചോദിച്ചു, റബ്ബന വലംന അൻഫുസന. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ദുആണ്. വഖാല, രണ്ടുപേരും പറഞ്ഞു, റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾക്ക് നീ പുറത്തു തരണം, മാപ്പാക്കി തരണം, ഞങ്ങളോട് കൃപ കാണിക്കണം, അബദ്ധം ചെയ്തു പോയി, പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാവും, ലനകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടു പോകും. അല്ലാഹ്, എന്താണ് അല്ലാഹു തആല മറുപടി പറഞ്ഞത്? ഫതാബ അലൈഹി, ആദമിന്റെ തൗബ അല്ലാഹ് സ്വീകരിച്ചു. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അല്ലാഹ് ഗഫൂർ തന്നെയാണ്, റഹീം തന്നെയാണ്. അല്ലാഹ് പറയുന്നത് പുറത്തു കൊടുത്തു. പിന്നെ നമ്മൾ ആ തെറ്റും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അത് പോയി. തെറ്റിൽ നിന്ന് പാശ്ചാത്തപിക്കുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെ. കമൻ ലാ ദംബ ലഹു. അവിടെ തെറ്റ് ചെയ്തിട്ട് പാശ്ചാത്തപിച്ച ആളെ പറ്റി ആ തെറ്റ് അയാളെ പേര് ചാർത്തി പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. നീ പണ്ട് ഇന്ന് തെറ്റ് ചെയ്തിട്ടില്ലേ? അയാൾ തൗബ ചെയ്ത് അല്ലാഹു തആല തൗബ സ്വീകരിക്കുകയും ചെയ്ത് അയാൾ നല്ലയാൾക്ക് ജീവിക്കാൻ തുടങ്ങി. അയാളെ പഴയ തെറ്റെടുത്ത് പറയുന്നത് അള്ളാഹുവിലുള്ള കുഫ്ര. ഒരിക്കലും പറ്റില്ല. അല്ലാഹ് പറയുന്നത് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, നീ ആ തെറ്റെടുത്ത് പറയാൻ കേട്ടാൽ അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. വളരെ സൂക്ഷിച്ചു വേണം മുഅ്മിനീങ്ങളെ പറ്റി സംസാരിക്കാൻ. മുഅ്മിനീങ്ങളുടെ ഇന്നലത്തെ ജീവിതത്തെ നമ്മൾ ചിക്കിപ്പൊത്തി എന്നിട്ട് അവനെ സമൂഹ മധ്യത്തിൽ മോശക്കാരനാക്കി തീർക്കാൻ വേണ്ടി മെനക്കെടുന്നത് നമ്മൾ അതിനേക്കാൾ വലിയ തെറ്റിൽ എത്തിപ്പെടാൻ കാരണമാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തെറ്റിവനെ കൊണ്ട് ചെയ്യിപ്പിച്ചവനെ വഷളാക്കിയിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അവസാനിപ്പിക്കുള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. വളരെ ശ്രദ്ധിച്ചോളണം മുഅ്മിനീങ്ങളെ. യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത്തു ഫിൽ ലദീന ആമനു. മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ ഫാഹിശത്തുകൾ, ബടക്കത്തരങ്ങൾ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടക്കാരുണ്ട്. സംഘടനകളൊക്കെ പിളരുമ്പോൾ അങ്ങനെ സംഭവിക്കരുത്. ഏറ്റവും വലിയ അപകടകാരികളാണ്. ഒന്നിച്ച് നടക്കുന്ന സമയത്ത്
രഹസ്യമായി കാണുന്നതെല്ലാം തെറ്റിക്കഴിഞ്ഞ സ്റ്റേജ് കെട്ടിട്ട് പ്രസംഗിക്കുന്ന കാഴ്ച നമ്മൾ കുറെ കണ്ടതാ. കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊക്കെ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്നിച്ച് യാത്ര ചെയ്ത ബോംബെയിലേക്ക് ചിലപ്പോൾ സ്വീകരിക്കാൻ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉറങ്ങിണിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പം ബോംബെയിൽ എത്തിയിട്ടായിരിക്കും സ്വീകരിച്ചിട്ടുണ്ടാവുക. ആള് പ്രസംഗിങ്ങനായിരിക്കും, വല്ല വേദനായിരിക്കും. തെറ്റിയപ്പോൾ എന്തായി? അയാളറിയോ, അയാളൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. സമൂഹത്തിന്റെ മുമ്പിൽ മോശക്കാരനൊക്കെ ഇന്നലെ സംഘടനക്ക് ആളെ കിട്ടുള്ളൂ. അത് വേറെ വിഷയം, വിട്ടേക്ക്. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നുബുവത്ത് കൊടുത്ത് ചരിത്രത്തിന്റെ തുടക്കക്കാരനാക്കി അല്ലാഹു തആല. ഏതാണ്ട് 10 തലമുറകളോളം, ഏതാണ്ട് ആയിരക്കണക്കിന് കൊല്ലം വളരെ സന്തോഷമായിട്ട് ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുകയായിരുന്നു. ആകാശ ലോകത്ത് അള്ളാഹ്ക്ക് കൊടുത്ത കരാറ് ലംഘിക്കപ്പെട്ടില്ല, അതിന് പോറലേറ്റില്ല. അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങൾ വന്നു. തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിഷയമാക്കുന്നില്ല. തൗഹീദ് ക്ലിയർ ആണെങ്കിൽ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല ഗൗരവമായി കാണുന്നില്ല. തൗഹീദ് ക്ലിയർ ആണെങ്കിൽ. എന്താണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു, യബ്ന ആദം, ഓ മനുഷ്യപുത്ര, ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഈ ഭൂമി നിറച്ചും പാപങ്ങൾ ചെയ്തിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടിയത്. നീ എന്റെ അടുത്തേക്ക് വന്നത് ഭൂമി നിറച്ചും പാപങ്ങൾ ചെയ്തിട്ട്, ആകാശം മുട്ടെ പാപങ്ങൾ മാത്രം ചെയ്തിട്ടാണ് നീ എന്നെ കണ്ടുമുട്ടിയത്. തുമ്മ ലഖീതനി, അങ്ങനെ നീ എന്നെ കണ്ടുമുട്ടി. ലാ തുശ്രിക് ബി ശൈഅ, പക്ഷെ നീ നിന്റെ ജീവിതത്തിൽ ശിർക്ക് ചെയ്തിട്ടില്ല. നീ പ്യൂർ മുവഹിദായിരുന്നു. അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കാര്യത്തിൽ പിന്നെ എന്നാലും എങ്ങനെ ഇങ്ങനെ ഇല്ല. നിന്നെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് മാത്രം. പിന്നെ അവിടെ വേറെ വലിയകളെ പറ്റി ചർച്ച, ജിന്നുകളെ പറ്റിയുള്ള ചർച്ച, മലക്കളെ പറ്റിയുള്ള ചർച്ച, ദീനാർ ദിർഹം ചർച്ച. അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു റബ്ബ്, എന്റെ റബ്ബ് അള്ളാഹുവാണ്. തീർന്നു. എന്ത് വിഷയം വന്നാലും, ആരെന്ത് പറഞ്ഞാലും ശരി, അക്കാര്യത്തിൽ എന്റെ റബ്ബ് അള്ളാഹുവാണ്. അവനൊരു തീരുമാനം എടുക്കും. ധൈര്യമായിട്ട് പറയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. എന്റെ റബ്ബ് അല്ലാഹുവാണ്. അല്ല, നീ ഇങ്ങനെ പോയാൽ എന്താവും? എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഞാൻ ഇങ്ങനെ പോയി നോക്കട്ടെ, തീർന്നു. നീ ഇങ്ങനെ ഏത് ബസ്സിനകത്ത് നിൽക്കുക, എന്റെ റബ്ബ് അല്ലാഹുവാണ്. എന്തെങ്കിലും ഒരു വാഹനം എന്റെ അള്ളാഹു ഒപ്പിച്ചു തരും. എല്ലാം അള്ളാഹുലേക്ക്, അള്ളാഹുലേക്ക്, അള്ളാഹുലേക്ക്. മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുക. അതാണ് ഇഹ്സാൻ. നിന്റെ മുമ്പിൽ തന്നെ അള്ളാഹ് ഉണ്ട് എന്നുള്ള ഭാഗത്തോട് തന്നെ നീ നിൽക്കണം. നിന്റെ റബ്ബ് കാണുന്നുണ്ട്. നീ ബസ്സിന് കാത്തിക്കുന്നത് കാണുന്നുണ്ട്. നീ ചായ കിട്ടാണ്ട് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. നീ ചോറ് കിട്ടാണ്ട് വിഷമിക്കുന്ന അള്ളാഹ് കാണുന്നുണ്ട്. പറയണം അള്ളാഹിനോട്, ചോറ് കിട്ടിയിട്ടില്ല അള്ളാഹ്, വിശക്കുന്നല്ല, കുറെ സമയമായി, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പറയണം അള്ളാഹിനോട്. ചിരിച്ചിട്ടും പറയണം, കരഞ്ഞിട്ടും പറയണം. അള്ളാഹിനോട് ചിരിക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹിനോട് കരയാനും നമുക്ക് കഴിയണം. സംസാരിച്ചിട്ട് മുനാജാത്ത് കേട്ടിട്ടില്ല? മുനാജാത്ത്. അന്ത റബ്ബി എന്ന് പറയുമ്പോൾ മുമ്പിൽ റബ്ബ് ഉണ്ടാവണം. അന്ത റബ്ബി വഅന അബ്ദുക്, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയുമാണ്. ലൈസ ബൈനി വബൈനക ശൈ, എൻ്റെ നിന്റെ ഇടയിൽ വേറെ ഒന്നും ഞാൻ പരിഗണിക്കുകയില്ല. ആ രീതിയിലാണ് നീ എന്നെ ജീവിച്ച് തെളിയിച്ചത്. ജീവിച്ചിട്ട് നീ എന്നെ കണ്ടുമുട്ടിയത്. സുമ്മ ലഖീതനി ലം തുശ്രിക് ബി ശൈഅ, ഒരു വസ്തുവിനെയോ, ഒരു ദീനാറിനെയോ ദിർഹമിനെയോ പോലും, എനിക്ക് ദീനാറിന് എനിക്ക് ശമ്പളമുണ്ട്, എന്റെ മോൻ ദുബൈയിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കച്ചവടമുണ്ട്, അല്ലെങ്കിൽ വാടക കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കൃഷിയുണ്ട്, തേങ്ങ പറിക്കാനുണ്ട്, അതൊന്നും അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിന്റെ മനസ്സിലേക്ക് വരാൻ പാടില്ല. എനിക്ക് എന്റെ അള്ളാഹു ഉണ്ട്. തേങ്ങയും മാങ്ങയും എല്ലാം. അത് മഖ്ലൂക്കിനോട് സംസാരിക്കുമ്പോൾ നീ എങ്ങനെയാ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? തുടക്കത്തിൽ എന്ത് പറയണം? എന്റെ അള്ളാഹു നടത്തി തരുന്നു. പിന്നെ പിന്നെ കുറച്ച് തേങ്ങ കിട്ടാനുണ്ട്. സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ പറയാം, കൂട്ടുകാരോട് പറയുമ്പോൾ, ഭാര്യയോട് പറയുമ്പോൾ, ഭർത്താവിനോട് പറയും. പക്ഷെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നെ എന്നാലും ഇല്ല, പിന്നെ ഇല്ല. അള്ളാഹ് മാത്രം. രസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എപ്പോഴാണ് ഉലൂഹിയത്തിന്റെ പ്രവാചകന്മാരെ, ഉലൂഹിയത്തിന്റെ ദഅവത്തുമായി പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടി വന്നത്? ആദമിന് ശേഷം അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. അല്ലാഹു റബ്ബുനെ മാത്രമേ കാണുന്നുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണുന്നില്ല. ഒന്നാം തലമുറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അല്ലാഹു റബ്ബുനെ മാത്രമേ ഉള്ളൂ. രണ്ടാം തലമുറയിലും അങ്ങനെ 3, 4, 5, 6, 10 വരെ 10 തലമുറ മുഴുവനും അല്ലാഹു റബ്ബുന. എന്ത് വിഷയം വരുമ്പോഴും, കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുമ്പോഴും, ജ്യേഷ്ഠാഞ്ചന്മാരും ഒക്കെ സംസാരിക്കുമ്പോഴും, ആദമിന്റെ മക്കള്, പേരക്കുട്ടികൾ, അവരെ കുട്ടികൾ ഇങ്ങനെ 10 തലമുറ. അവർക്ക് അള്ളാഹു അല്ലാത്ത വ്യക്തികളെ പരിചയമില്ല, ശക്തികളെ പരിചയമില്ല, ജിന്നിനെ പരിചയമില്ല, മലക്കിനെ പരിചയമില്ല, മനുഷ്യ ശേഖിനെ പരിചയമില്ല, ദീനാർ ദിർഹം ഒന്നും പരിചയമില്ല. എല്ലാം അള്ളാഹിനെ മാത്രം.
അവരങ്ങനെ ശീലിച്ചിട്ട് വന്നത് ആകാശത്തുനിന്ന്. അതാണ് ആദം പറഞ്ഞു കൊടുത്തത്. പിന്നെ എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് റസൂലുകൾ വരേണ്ടി വന്നത്? അവിടെയാണ് ഇപ്പോൾ രണ്ടാം ചരിത്രം ആരംഭിക്കുന്നത്. ഇസ്തഫ ആദമ വ നൂഹൻ എന്നതോടുകൂടിയാണ് ആരംഭിക്കുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പ്രവാചകൻ 11ാമത്തെ തലമുറയിൽ ആദമിന്റെ. എന്താ കാര്യം? അപ്പോഴേക്കും റുബൂബിയ്യത്തിന് കൊടുത്ത ഷഹാദത്ത് ജാറങ്ങളെ കൊണ്ടവർ ലംഘിച്ചു. 5 ജാറങ്ങൾ ഉണ്ടായി. ഖുർആൻ സൂറത്തുൽ നൂഹ്. ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ഇലാഹദ്റത്തിലേക്ക് പോയപ്പോൾ റുബൂബിയ്യത്തിന് കൊടുത്ത ഷഹാദ ബാത്തിലായി. ആ ഷഹാദ പുനർജീവിപ്പിക്കാൻ, ആ ഷഹാദയിലേക്ക് തിരിച്ചു വരാൻ ഹദ്റത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. നൂഹ് നബി ആ ഖൗമിനോട് പറഞ്ഞു, യാ ഖൗമി ഉബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹു അല്ലാത്തൊരു ശക്തിയെ, ഒരു വ്യക്തിയെ, ഒരു വസ്തുവിനെ, ഒരു വലിയനെ, ഒരു ശൈഖിനെ അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഇടക്ക് നിർത്തുന്ന പ്രശ്നമുണ്ടാവരുത്. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരണം. അതിന് നിങ്ങൾ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. നിങ്ങൾ തിരിച്ചു വന്നാൽ മാത്രം പോരാ, ഏറ്റ് പറഞ്ഞത് പിൻവലിച്ചിട്ട് പ്രസ്താവിച്ചുകൊണ്ട് തിരിച്ചു വരണം. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അല്ലാഹ് അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കണം. അതിൽ നിങ്ങൾ ഷഹാദത്ത് കൊടുക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഷഹാദ വന്നത് നൂഹ് നബിയുടെ കാലത്തോട്. അത് ഇസ്ലാമിന്റെ അടിസ്ഥാനമായി മാറി. റുബൂബിയ്യത്തിനുള്ള ഷഹാദ നിഷേധിക്കപ്പെട്ടപ്പോൾ, അത് തള്ളിയപ്പോൾ, അതിനെ അവര് ചതി കാണിച്ചപ്പോൾ, വഞ്ചന കാണിച്ചപ്പോൾ, ആ കരാറ് ലംഘിച്ചപ്പോൾ, ആ കരാറിലെ പുതുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല 2ാമത്തെ കരാറ് കൊണ്ടുവന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യമാക്കി. അതുകൊണ്ടാണ് അത് ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യമായത്. അല്ലെങ്കിൽ ഈമാന്റെ 1ാമത്തെ കാര്യമാകുമായിരുന്നു. ഈമാന്റെ 1ാമത്തെ കാര്യം എന്താണ്? റബ്ബുനല്ലാഹ് അൽ ഈമാനു ബില്ലാഹ് അർക്കാനുൽ ഈമാനി സിത്ത. ഈമാൻ കാര്യങ്ങൾ 6 എണ്ണമാണ്. അതിൽ ഒന്നെന്താണ്? അള്ളാഹുവിനെ അംഗീകരിക്കലാണ്, അള്ളാഹുവിന് ഷഹാദത്ത് കൊടുക്കലല്ല. ഇസ്ലാം കാര്യം 1ാമത് ഷഹാദത്ത് കൊടുക്കൽ. അത് നമുക്ക് എന്തുകൊണ്ട് അത് കൺഫ്യൂഷൻ ആകുന്നു? അടിസ്ഥാനത്തിൽ കൺഫ്യൂഷൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ കഥ. ഇസ്ലാമിന്റെ 1ാമത്തെ കാര്യം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ കാര്യം 1ാമത്തത് അൻ തുഅ്മിന ബില്ലാഹ്. അൻ തുഅ്മിന ബില്ലാഹ് 1ാമതായി അംഗീകരിക്കേണ്ടത് അല്ലാഹു എന്റെ റബ്ബാണ്. അതാണ് ഈമാൻ. ആ അല്ലാഹു അല്ലാതെ വേറൊരാളെ ഞാൻ അംഗീകരിക്കൂല. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. ആ അല്ലാഹു അല്ലാതെ വേറൊരാളെ ഞാൻ അംഗീകരിക്കൂല. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മറ്റാളെ അംഗീകരിക്കൂല എന്നുള്ളതാണ് ഷഹാദ. സുബ്ഹാനല്ലാഹ്. പിന്നീട് അങ്ങോട്ട് വന്ന ചരിത്രം നമുക്ക് വ്യക്തമാണ്. ആ ചരിത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഓരോ കാലഘട്ടങ്ങളിലും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം ചരിത്രമായി പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് നൂഹ് നബിന്റെ റിസാലത്ത്, മറുഭാഗത്ത് സമൂഹത്തിലെ പൗരോഹിത്യം, പണ്ഡിതന്മാർ, മൗലാനമാർ, ശൈഖുനമാർ. ആ കാലഘട്ടത്തിൽ ഭരണാധികാരികളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്തുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികളെ പറ്റി പറയുന്നില്ല. അല്ലാഹ് ആലിമികളെ പറ്റിയാണ് പറയുന്നത്, ഉലമാക്കളെ പറ്റി, മലവുകളെ പറ്റി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നൂഹിന്റെ ഖൗമിന്റെ മലവുകൾ, മൗലാനമാർ, ശൈഖുനമാർ, അവരാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരായത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായത്. ജാറങ്ങൾ വെച്ചുകൊണ്ട് അവർ രാജ്യത്തെ മുഴുവനും വഞ്ചിക്കുകയായിരുന്നു. രാജ്യത്തിലെ സാധാരണക്കാരായ അതേ ആദം നബിന്റെ 11ാമത്തെ തലമുറ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇറാഖിൽ അന്ന് ജീവിക്കുന്നുണ്ട്. ആ ജനങ്ങളെ മുഴുവനും മുസ്ലിമീങ്ങളാണ്. വേറെ മതക്കാരെ പരിചയമില്ല അവർക്ക്. അവർ നിസ്കരിക്കുന്നവരും നോമ്പ് വെക്കുന്നവരുമാണ്. നൂഹ് നബിന്റെ, ആദം നബിന്റെ ശരീഅത്ത് നിലവിലുണ്ട്. അത്തരക്കാരെ ഈ ഉലമാക്കളെല്ലാം കൂടി ജാറത്തിലെത്തിച്ചിട്ട് അവരെ കാഫിര്യങ്ങളാക്കിയിരിക്കുകയാണ്, മുശ്രിക്കീങ്ങളാക്കിയിരിക്കുകയാണ്. അത് തിരുത്താനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഉലമാക്കൾ ഇടപെട്ടു. നൂഹ് നബിനെ നാടുകടത്താനും കൊല്ലാനും കുഴിക്കാനും മെനക്കെട്ടു. മലഉകൾ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഭരണാധികാരികളെ പറ്റി പറഞ്ഞില്ല. അന്ന് ഭരണാധികാരികളെ കൊണ്ടുള്ള ശർറുണ്ടായിട്ട് ചരിത്രം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് എത്തി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത, പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ ഭരണാധികാരികൾ പൂർവികന്മാരായ പ്രവാചകന്മാരെ ദൗത്യമായ ലാ ഇലാഹ ഇല്ലല്ലയെ ഖണ്ഡിക്കുകയാണ്. ജാറങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ദൈവങ്ങളെ, ദേവന്മാരെ, ദേവിമാരെ, ഭഗവാന്മാരെ, ഭഗവതിമാരെ നിർമ്മിച്ചുകൊണ്ട് പൂർവികന്മാരായ മുർസലീങ്ങൾ നടത്തിയ, അഥവാ ആദം തൊട്ട് ഇബ്രാഹിം വരെയുള്ള
ചരിത്ര കാലഘട്ടത്തിൽ നടന്ന ഏതാണ്ട് 5,000-8,000 കൊല്ലം ഭൂമിയിൽ നടന്ന സംഭവങ്ങളെ വെച്ചുകൊണ്ട് പുരോഹിതന്മാരും ആ പുരോഹിതന്മാരെ കസ്റ്റഡിയിൽ ഭരണാധികാരികളും വളരെ കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ, റുബൂബിയ്യത്തിനെതിരായിട്ട്, റബ്ബുനല്ലാഹ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ മൗലാനമാരുടെ നേതാവായി, പുരോഹിതന്മാരുടെ നേതാവായിരുന്നു ആസർ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതല്ലേ അത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ സാധാരണക്കാരായ ജനങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം, അള്ളാഹുവാണ് റബ്ബ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം, ആ അള്ളാഹുവിനോട് വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം ഈ കണ്ടു കാണുന്ന ഉലിയാക്കളെയും കൂടി അതിൽ ഒന്നിച്ചു കൂട്ടണം എന്ന് പറഞ്ഞ ആ ഉലിയാക്കൾക്ക് സേവ നടത്തുകയായിരുന്നു ആസർ. ഇബ്രാഹിം നബിന്റെ ബാപ്പ പുരോഹിതന്മാരുടെ നേതാവ് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലാണ് നമ്രൂദ് രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഭരണാധികാരികൾക്കെല്ലാം മെജോറിറ്റി പുരോഹിതന്മാർക്കായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ പുരോഹിതന്മാരും ഭരണാധികാരികളും രണ്ടും വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ ദുൽഹജ്ജ് മാസത്തെ അല്ലാഹു തർത്തീബാക്കി. ദുൽഹജ്ജ് മാസം ശവ്വാൽ മുതൽ ദുൽഹജ്ജ് വരെയുള്ള 3 മാസം നാം പറഞ്ഞു നിങ്ങളോട് അല്ലാഹു തആല ശരീഅത്ത് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്നത് 7 മാസങ്ങളാണ്. റജബ്, ശഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം ഈ 7 മാസങ്ങൾക്ക് മാത്രമേ ശരീഅത്തുൽ ഇസ്ലാമിൽ അഡ്രസ് ഉള്ളൂ. ബാക്കി 5 മാസങ്ങളെ ശരീഅത്തിന്റെ ഭാഗമായി പരിചയപ്പെടുത്തി തന്നിട്ടില്ല. ശവ്വാൽ, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ ഈ 5 മാസങ്ങളെ റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ ഒരു കാര്യത്തിന് വേണ്ടിയും അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് റബീഉൽ അവ്വലിന്റെ മാസം ആരാധനയുടെ മാസമായി മാറിയത്, ഇബാദത്തിന്റെ മാസം? വല്ലാഹി അത് കുഫ്റാൻ അല്ലെങ്കിൽ ശിർക്കാൻ, ചുരുങ്ങിയ പക്ഷം ബിദ്അത്താണ്. ശവ്വാൽ മുതൽ ദുൽഹജ്ജ് വരെ, ശവ്വാൽ മുതലാണ് ഹജ്ജിന്റെ സമയം ആരംഭിക്കുന്നത്. ശവ്വാൽ 1 പെരുന്നാൾ, ഇതുവരെ ചെറിയ പെരുന്നാളിന്റെ അന്ന് ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടാം. ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടൽ അനുവദിക്കപ്പെട്ട സമയം ശവ്വാൽ 1 മുതലാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹജ്ജ് 13 വരെയാണ് ഹജ്ജിന്റെ സമയം. ശവ്വാൽ, ദുൽഖഅദിലൊക്കെ ഇഹ്റാം ചെയ്യാം. ഹജ്ജിന്റെ അഅമാലുകൾ ദുൽഹജ്ജ് 6, ദുൽഹജ്ജ് 8, 9, 10, 11, 12, 13 6 ദിവസം മാത്രം അല്ലേ ചരിത്രത്തിന്റെ ഭാഗമാക്കി. ഈ കാര്യങ്ങൾ ഈ ഉമ്മത്ത് ഓർമ്മിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ ആ മാസവുമായി ബന്ധിപ്പിച്ച് ഇബ്രാഹിമി ചരിത്രത്തെ കണക്ട് ചെയ്തു. ഇബ്രാഹിമി കാലഘട്ടത്തെ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്. ഓരോ കൊല്ലവും ഹജ്ജ് വരുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടത് തൗഹീദാ, ഹജ്ജല്ല. ഹജ്ജ് തൗഹീദിനെ സ്ഥാപിക്കാനുള്ളതാ. അതുകൊണ്ടാണ് അല്ലാഹു തആല സൂറത്തു തൗബയിൽ അന്ന് പാരമ്പര്യ മുസ്ലിമീങ്ങൾ അബൂബക്കർ സിദ്ദീഖോടൊപ്പം ഹജ്ജിന് പോയ സന്ദർഭത്തിൽ അടുത്ത കൊല്ലം റസൂലുള്ളാഹിക്ക് ഹജ്ജിന് പോകണം, ഖുറാഫികൾ ഒന്നിച്ച് ഹജ്ജിന് പോകാൻ റസൂലുള്ളാഹി തങ്ങൾ തയ്യാറല്ല, മുവഹിദുകളോടൊന്നിച്ച് മാത്രമേ ഹജ്ജിന് പോവുള്ളൂ. 9ാം കൊല്ലം റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചതായിരുന്നു. ആ സമയത്ത് മുസ്ലിമീങ്ങളല്ലാത്ത പാരമ്പര്യക്കാർ മീൻസ് നമ്മുടെ കാലഘട്ടത്തിലെ ജാറത്തിന്റെ ആൾക്കാരെ പോലെയുള്ളവർ, അവരന്ന് കൃത്യമായി ഹജ്ജും ഉംറയും ചെയ്യുമായിരുന്നു. അബൂ താലിബ് അടക്കം. അവരുടെ ലീഡർ അബൂ താലിബാണ്, മറ്റവരുടെ ലീഡർ ആസർ ആയതുപോലെ. ഇന്ത അബൂ താലിബും ആസറൊക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടുത്തെ ഷീഈ പ്രസ്ഥാനങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു അവര്. നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. എന്നല്ലാതെ അവരാരും കുഞ്ഞിരാമന്മാരും വർഗീസുമാരും ഒന്നും അല്ല. ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമികളാണ് അവര്. ഹജ്ജ് മാസത്തെ അല്ലാഹു തആല സജീവമാക്കി ഹജ്ജ് കൊണ്ട്. ആ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ ഓർമ്മിപ്പിക്കാൻ, ഇവിടുത്തെ ഹിന്ദുക്കളെ ഓർമ്മിപ്പിക്കാനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയറാക്കി കൊടുത്തു കഅബാലയം, ജാറങ്ങളില്ലാത്ത കഅബാലയങ്ങളും തൗഹീദ് മാത്രമുള്ള കഅബാലയം. വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസി യൗമൽ ഹജ്ജിൽ അക്ബർ. ആ മഹത്തായ ഹജ്ജിന്റെ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനൗൺസ് ചെയ്തു. ആ അനൗൺസ് പറയാൻ ആയത്തിറങ്ങി. അലി അല്ലാഹു തആല പോയിട്ട് അബൂ സിദ്ദീഖോട് പറഞ്ഞു, അടുത്ത കൊല്ലം മുതൽ ആരും ഖുറാഫികൾ ആരും ഇനി ഹജ്ജിന് വരാൻ പാടില്ല, ജാറത്തിന്റെ ആൾക്കാർ ആരും ഹജ്ജിന് വരാൻ പാടില്ല. ഓർഡറാണ്. പിറ്റത്തെ കൊല്ലം ക്ലിയറായി. അഷ്റഫുൽ ഹഖ് ഹജ്ജിന് പോയി. റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് അവസാനത്തേക്ക് വെക്കാൻ കാരണം അതായിരുന്നു. കഅബ ശരീഫ് ജാറത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. 300 ചില്ലാൻ ജാറങ്ങളും ഇലാഹർത്തിയും ഉണ്ടായിരുന്നു. ജാറത്തിൽ നിന്ന് മുക്തമാകുന്നവരെ റസൂലുള്ളാഹി തങ്ങൾ ഹജ്ജ് നീട്ടിവെച്ചു. അല്ലാഹു തആല എപ്പോഴാണ് അഷ്റഫുൽ ഹഖ് ഹജ്ജ് ചെയ്യുന്നത്? വഫാത്താകുന്നതിന് 2 മാസം മുമ്പാണ് ഹജ്ജ് ചെയ്യുന്നത്. ദുൽഹജ്ജിൽ ഹജ്ജ് പൂർത്തിയാക്കി. പിന്നെ സഫർ, റബീഉൽ അവ്വൽ വഫാത്താകുകയും ചെയ്തു റസൂലുള്ളാഹ്. എന്തിനാണ് ഹജ്ജ് ഇത്രയും നീട്ടിക്കൊണ്ടുപോയത്?
8 കൊല്ലം മുമ്പേ 10 കൊല്ലം മുമ്പേ നിസ്കാരം ഫർളാക്കി. അതേപോലെ തന്നെ ഹിജറയുടെ 2-ാം കൊല്ലം നോമ്പും സക്കാത്തും ഫർളാക്കി. ഹജ്ജ് മാത്രം നീട്ടിവെക്കാൻ കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖായ തങ്ങൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോൾ 100% പ്യൂർ തൗഹീദായിരിക്കണം കഅബാലയും അതിന്റെ പരിസരവും. ഒറ്റ ഖുറാഫി ഉണ്ടാകാൻ പാടില്ല. ഇപ്പോഴോ 90% ഖുറാഫിയോളും 10% സലഫിയോളും ഇന്ന് ഹജ്ജിനുള്ളത്. ക്ലിയർ ആവണം. ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ് ഒരു ദിവസം. സംശയിക്കേണ്ട ഇക്കാര്യത്തിൽ. നമ്മൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? 350 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. അതിൽ 2-2.5% മാത്രമാണ് മുവഹിദുകൾ, അഹ്ലുസുന്ന. ബാക്കിയുള്ളവരെ മുഴുവനും ഷിഈയ്യത്തിന്റെ ഭാഗമാണ്, സൂഫിയത്തിന്റെ ഭാഗമാണ്. ഷിഈ സൂഫിയ, സലഫി സൂഫിയ, ഇത് രണ്ടും വരിഞ്ഞു മുറുക്കുകയാണ് ഇന്ന് ലോകത്ത് ജനങ്ങളെ. ആകെ 2.5% ഉള്ളത്. ആ 2%-നും ഏറ്റവും വലിയ ശാപവും നാശവുമായി മാറിയിരിക്കുകയാണ് സൂഫി, ഷിഈ സൂഫിയത്തും സലഫി സൂഫിയത്തും. വ്യക്തികൾ ആരാധനാ പുരുഷന്മാരായി മാറുകയും ആ വ്യക്തികളെ കേന്ദ്രീകരിച്ച് കിതാബ് വേറികളായ കുറെ മുരീദുകൾ, അവർ മാത്രം ശരി ബാക്കിയുള്ളവര് തെറ്റ് എന്ന സിദ്ധാന്തി. അങ്ങനെ തൗഹീദിന്റെ കാര്യത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സാധാരണക്കാരായ ജനം തൗഹീദിൽ നിന്ന് വീണ്ടും ശിർക്കിലേക്ക് പോകാൻ അവസരങ്ങൾ ഉണ്ടായി. ഒരുപാട് സംഭവങ്ങൾ ചരിത്രം പരിശോധിക്കുന്നത് തന്നെയല്ലേ ലോകത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സംഭവം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തേക്ക് വന്നു. മുഹറം മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു നമുക്കത് പരിചയപ്പെടുത്തി തന്നു. മുഹറം മാസത്തെ അള്ളാഹു തആല മുവഹിദീങ്ങൾക്ക് വെച്ചതാണ്, ഖുറാഫികൾക്ക് വെച്ചതല്ല, ഷിയാക്കൾക്ക് വെച്ചതല്ല, ജാറക്കാർക്ക് വെച്ചതല്ല. മുഹറം മുവഹിദീകൾക്കുള്ളതാണ്. എന്തിന്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗോജ്വലമായ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാനുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് മുഹറം. മുഹറം 10 അതിനുവേണ്ടിയുള്ളതാണ്. അത് അവസാനിച്ചു, മുഹറം കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഒരു പ്രത്യേക സമയമോ പ്രത്യേകമോ കാലമോ ഇല്ലാതെ അള്ളാഹു പരിചയപ്പെടുത്തിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവസാനത്തെ ചരിത്രത്തെ അള്ളാഹു തആല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കേണ്ടി വന്നില്ല. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. പകുതിക്ക് വെച്ചിട്ട് അവരുടെ കാലങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് നാടുവിട്ടു സിറിയയിലേക്ക്. സിറിയയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോ പറഞ്ഞതെന്താണ്? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നില്ല, എന്റെ ബാപ്പ പോലും എനിക്കെതിര്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്റെ റബ്ബിലേക്ക്. എന്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരുന്നു പറഞ്ഞിട്ടാണ് എല്ലാം എടുത്തിട്ട് നാട് വിട്ടത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതാണ് ചരിത്രം. ഈ പറയപ്പെട്ടവർക്ക് ആർക്കും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വഴിയിൽ വെച്ച് നിർത്തേണ്ടി വന്നു പല പ്രശ്നങ്ങളാൽ. അത് അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്രായേലിയരാകുന്ന മുസ്ലിമീങ്ങളെയും കൂട്ടി കടല് കടന്ന് അക്കരെ പോയി ഫലസ്തീനിലേക്ക്. പക്ഷെ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ആ പാരമ്പര്യ മുസ്ലിമീങ്ങളായി മാറിയവർ, ശിർക്ക് ചെയ്യുന്ന മുസ്ലിമീങ്ങളായി മാറിയവർ. വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹറ ഫഅതൗ അലാ ഖറിയത്തിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമും അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 40 കൊല്ലം ഇസ്രായേലി മുസ്ലിമീങ്ങളെയും കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യണം. ഇവരെ തൗഹീദ് എത്രത്തോളം ക്ലിയർ ആണ് എന്നൊന്ന് പരിശോധിക്കണം. ആ പരിശോധനയിൽ മുസ്ലിമീങ്ങൾ പൊട്ടി. അല്ലാഹു തആല പറഞ്ഞു ആ വിഷയം. വജാവസ്നാ ബിബനി ഇസ്രായീല, ഇസ്രായേലി സമൂഹത്തെ നാം നാട് കടത്തി, കടൽ കടത്തി, അൽ ബഹറ, ബഹർ കടത്തി. അവരോട് സഞ്ചരിക്കാൻ വേണ്ടി പറഞ്ഞു. തീഹി മരുഭൂമിയിൽ സഞ്ചരിക്കാൻ, ചീന മരുഭൂമിയിൽ സഞ്ചരിക്കാൻ. യാത്രയുടെ ക്ലേശത്തിന്റെ ഇടയിൽ തൗഹീദിന് ഭംഗം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഫഅതൗ അലാ ഖറിയത്തിൻ, ഒരു രാജ്യത്തെത്തി, അവർ ഒരു ഗ്രാമത്തിലെത്തി. യഅകുഫൂന അലാ അസ്നാമിൻ ലഹും, ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾ ഒരു ജാറത്തിന് ചുറ്റും ഇഅ്തികാഫ് ഇരുന്നിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ജാറത്തിലെ തങ്ങളെ വർക്കത്തും ജാഹു വർക്കത്തും മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പലതും ചോദിക്കുകയാണ്. ഈ സമയത്ത് കടല് കടന്ന് അക്കരെ എത്തിയ ഇസ്രായേലി സന്തതികളാകുന്ന മുവഹിദീങ്ങൾ, മുസ്ലിമീങ്ങൾ, മൂസ നബിയുടെ അനുയായികൾ, അവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു, ഖാലു യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ഇവർക്കുള്ളതുപോലെ ഒരു ജാറം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ എളുപ്പത്തിൽ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാലോ. പൊട്ടി, കംപ്ലീറ്റ് പൊട്ടി. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ. മൂസ നബി അവരോട് പറഞ്ഞു, നിങ്ങൾ വിഡ്ഢികൾ, ജാഹിലീങ്ങൾ, വിവരം കെട്ടവർ. ഇതാണോ ഇക്കാലത്തിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചത്?
ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയില്ല. വഴിയിൽ വെച്ച് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി വഫാത്തായി. അവർക്ക് ബൈത്തുൽ മുഖദ്ദസിൽ ഫലസ്തീനിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല. കാരണം മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, മുഅ്മിനീങ്ങൾക്ക് അവകാശപ്പെട്ടത്, ശിയാക്കൾക്ക് അവകാശപ്പെട്ടതല്ല, അത് ജൂതന്മാർക്ക് അവകാശപ്പെട്ടതല്ല, ക്രിസ്ത്യാനികൾക്ക് അവകാശപ്പെട്ടതല്ല, അത് മുവഹിദീങ്ങൾക്ക് അവകാശപ്പെട്ടാണ് ഫലസ്തീൻ. അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും ഫലസ്തീൻ മുവഹിദീകളുടെ കയ്യിലേക്ക് വരുന്നതുവരെയും പ്രശ്നം ലോകത്ത് തുടരും. ക്രൂരമായ ഭീകരമായ പ്രശ്നങ്ങൾ തുടരും. വല്ലാഹി ശിയാക്കളുടെ കയ്യിലേക്ക് ഫലസ്തീൻ വരുന്ന പ്രശ്നമില്ല, അത് മുവഹിദീകളുടെ കയ്യിലേക്ക് വരണം. അതിന്റെ മുന്നോടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം മഹ്ദി റഹിമഹുല്ലയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സിറിയയിൽ വെച്ച് ഡമസ്കസിൽ വെച്ചായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക. ആ നിയന്ത്രണത്തിന്റെ മുമ്പിൽ മുവഹിദുകൾക്ക് ബൈത്തുൽ മുഖദ്ദസ് തിരിച്ചു കിട്ടുക. അതെ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പോയത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരണം, തിരിച്ചു വരണം. പക്ഷെ ബൈത്തുൽ മുഖദ്ദസിൽ അല്ല അല്ലാഹു തആല ഇറക്കുക, ഡമസ്കസിലാണ്. ഡമസ്കസിൽ നിന്ന് പരിശ്രമിച്ചിട്ട് വേണം ബൈത്തുൽ മുഖദ്ദസ് മുവഹിദീങ്ങൾക്ക് സ്വന്തമാക്കാൻ. ചരിത്രത്തിന്റെ പോക്ക് അങ്ങോട്ട് ആരെന്ത് പറഞ്ഞാലും, ആൾക്കൂട്ടത്തെ കൂട്ടി റോഡിട്ടിട്ട് എന്ത് കുരച്ചാലും ശരി, സംഗതി വേറെ വഴിക്കാണ് സഞ്ചരിക്കുക. അത് പ്രമാണങ്ങളുടെ ഭാഗം അതാണ്. നാം ഒന്നിക്കൽ പ്രമാണങ്ങളെ അംഗീകരിക്കുക, അല്ലെങ്കിൽ പാരമ്പര്യത്തെ അംഗീകരിക്കുക. മുവഹിദുകൾക്ക് പറഞ്ഞത് പ്രമാണങ്ങളാണ്, പാരമ്പര്യമല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാനമായി അല്ലാഹു തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്? ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ ലോകാവസാനം വരെ ബന്ധിപ്പിക്കുന്ന ചരിത്രത്തിന്റെ കണ്ണിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദി റിസാലത്ത് തുടങ്ങുന്നത് ആദമി കാലഘട്ടവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. മുഹമ്മദി റിസാലത്ത് അവസാനിക്കുന്നത് സൂർ എന്ന കാഹളത്തിൽ ഇസ്രാഫീൽ ഓതുന്നത് വരെയാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദൗത്യത്തിന്റെ പൂർത്തീകരണം നടന്നത് മുഹമ്മദി കാലഘട്ടത്തിലാണ്. നൂഹി കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത, ഇബ്രാഹിമി കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത, മൂസ ഈസ കാലഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയാത്ത ദൗത്യത്തെ പൂർത്തീകരിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി അങ്ങോട്ട് മുഹമ്മദി റിസാലത്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചരിത്രത്തിന്റെ ഭാവം. ഈ മുഹമ്മദി റിസാലത്തുമായി ഒരു പ്രത്യേക മാസത്തെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രത്യേക ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രത്യേക കാലത്തെ നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. ആദം തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടവുമായിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖിന്റെ ജീവിതത്തെ അല്ലാഹു തആല പ്രത്യേക ദിവസമോ മാസമോ ആയിട്ട് ബന്ധിപ്പിച്ച ഒരു ഇബാദത്ത് നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് റബീഉൽ അവ്വൽ മാസം ഒരിക്കലും മുഅ്മിനീങ്ങൾക്കുള്ളതല്ല എന്ന് നാം പറയുന്നത്. അതേ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലതും നടന്നിട്ടുണ്ട് ചരിത്രത്തിന്റെ ഭാഗമായി. അഷ്റഫുൽ ഖൽഖ് ജനിച്ചത് റബീഉൽ അവ്വൽ മാസമാണ്. റസൂലുള്ളാഹി തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലേക്ക് പോകുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് മദീനത്തേക്ക് ഹിജ്റ പോകുന്നത് തുടങ്ങുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. അഷ്റഫുൽ ഖൽഖ് വഫാത്താകുന്നത് റബീഉൽ അവ്വൽ മാസമാണ്. ഈ 5 സംഭവങ്ങളെ, ഈ 4 സംഭവങ്ങളെയും ഒരു പ്രത്യേക ഇബാദത്തായിട്ട് റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തന്നിട്ടില്ല. ഉണ്ടോ? ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഏതെങ്കിലും ഇബാദത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ? റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തിന് റസൂലുള്ളാഹി തങ്ങൾ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ പോയി ഇരുന്ന് അന്നത്തെ പ്രത്യേക ഒരു നോമ്പ്, അന്നൊരു പ്രത്യേക നിസ്കാരം, അങ്ങനെ ശരീഅത്തുൽ ഇസ്ലാമിൽ വല്ലതും ഉണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോയി മദീനത്തേക്ക് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് ആ ദിവസം നോക്കി റബീഉൽ അവ്വൽ 2-ന്റെ അന്നൊരു നോമ്പ്, റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോയ നോമ്പ്. അഷ്റഫുൽ ഖൽഖ് വഫാത്തായത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. യാതൊരു സംശയ കാര്യത്തിൽ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് തിങ്കളാഴ്ച രാവിലെ ദുഹാന്റെ സമയത്ത് ഹബീബായ മുത്ത് വഫാത്താകുന്നത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് ഒരു നോമ്പ്, അല്ലെങ്കിൽ ഒരു മൗലൂദ്, അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇല്ല. ശരീഅത്തിൽ അങ്ങനെ ഒരു റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്ത് അനുവദിച്ചു തരാത്ത ഒന്നും മുഹമ്മദ് ഈ റിസാലത്തിൽ കടന്നു വരാൻ പാടില്ല. അതോടുകൂടി എന്താകും? രണ്ടാമത്തെ ഷഹാദ ദുർബലമാകും. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. അടുത്ത വെള്ളിയാഴ്ച ബാക്കി പറയാം ഇൻഷാ അല്ലാഹ്. ഈ മാസം 5 വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് 5-ാമത്തെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇരിക്കട്ടെ. അല്ലാഹു തആല ഇൽമിൽ ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ. അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നസീബാക്കി തരട്ടെ. നമ്മുടെ ഗർഭിണികൾക്ക് അല്ലാഹു സുഖപ്രസവം നസീബാക്കി കൊടുക്കട്ടെ. ക്യാൻസറുകൾ പോലെയുള്ള മഹാവ്യാധികൾ പിടിച്ച് കഷ്ടപ്പെടുന്നവരെ
അസ്ബാബുകളെ പരിഗണിക്കാതെ അല്ലാഹു തആല അവർക്ക് ശിഫാവും ആഫിയത്തും നസീബാക്കി കൊടുക്കട്ടെ. മറ്റേത് രോഗമായിരുന്നാലും ശരി, അല്ലാഹു തആല അസ്ബാബുകളെ പരിഗണിക്കാതെ മുഅ്മിനീങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശിഫാവ് നസീബാക്കി കൊടുക്കട്ടെ. മരിച്ചുപോയവർ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, ചിലർ അള്ളാഹുവിൽ നിന്ന് കുറെ ദൂരത്താണ്, ചിലർ അള്ളാഹുവായിട്ട് കുറെ അടുപ്പത്തിലാണ്. എല്ലാവരും അള്ളാഹുവുമായിട്ട് അടുത്ത് കഴിഞ്ഞുകൂടുന്ന ന്യൂനപക്ഷത്തോടൊപ്പം അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ മരിച്ച അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആ ചെറിയ ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാൻ എന്തു വേണമോ അത് മരിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കാനുള്ള സകല സൗഭാഗ്യങ്ങളും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ലോകത്തും അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലി വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വറസൂലുൽ മുർത്തദ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا رب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اصلح لنا ديننا الذي فهو عصمة أمرنا ودنيانا التي فيها معاشنا وآخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم